എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നൊരു തകർപ്പനൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഇത്. ചക്ക എന്ന് പറയുമ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ഇഷ്ടമാണ്. ഷുഗറുകാർക്കൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഈ ചക്കയൊക്കെ. അപ്പോൾ ഇന്ന് എനിക്കൊരു ചക്ക കിട്ടി, അത് വെച്ചാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ചക്ക വെച്ച് നമുക്കിന്ന് ഉപ്പേരി ഉണ്ടാക്കാം. നല്ല സൂപ്പർ ഉപ്പേരിയാണിത്. ഈ ചക്കയും കൊണ്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയാണ്. വേവിക്കാനും അടിപൊളിയാണ്, വറക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇത് വെച്ച് ഞാനിന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിൻ്റെ ചവണി പോലും ഇപ്പോൾ ആരും കളയത്തില്ല. അത് ഒന്നി ഫ്രൈ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ അത് ഞുറുക്കി തോരൻ വെച്ച് കഴിക്കും. ഇതൊക്കെയാണ് ഇപ്പം ചക്കയും കൊണ്ടുള്ള വിഭവങ്ങൾ. കാരണം ചകണിയും അതിൻ്റെ മടൽ ഒന്നും ആരും കളയത്തില്ല. മണ്ടക്കത്തെ മുള്ളു ചെത്തിക്കളഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അത് അടിപൊളിയായിട്ട് നമുക്ക് ഓരോ കാര്യം തോരൻ വയ്ക്കാനും ഇടിച്ചക്ക ഉണ്ടാക്കാനും ഈ ചകണിയും കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുവാനും എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയൊക്കെ എടുക്കാൻ നല്ല. അതിൻ്റെ പാട പോലും ആരും കളയത്തില്ല. ചക്കക്കുരുവിൻ്റെ പാട അത് സൂപ്പറാണ്. അതും നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല. ചക്കക്കുരു മെഴുകുവരട്ടി വയ്ക്കാം. ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ചക്കക്കുരു ഇറച്ചിക്കറി വയ്ക്കാനൊക്കെ. ഇതിനെല്ലാം നല്ലതാണ് ഈ ചക്കയെന്ന് പറയുന്ന സാധനം. അതിൻ്റെ മണ്ടക്കത്തെ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആ ചക്ക ഒരു ശകലം പോലും കളയാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞതാണ്. മറ്റേ നമുക്ക് വറക്കാനുള്ളതാണ്. വറക്കാനും വേവിക്കാനും അടിപൊളി ചക്കയാണിത്. അങ്ങനെ ചക്കയെല്ലാം പറക്കി കഴിഞ്ഞ് വറക്കാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി ഇങ്ങനെ മുറത്തിലിട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് വറക്കാൻ തയ്യാറാക്കാം. ഞാൻ ഒരു പാത്രം അടുപ്പേ വെച്ചു, എണ്ണ ചൂടായി കിടക്കുകയാണ്. നമുക്കിനി ചക്ക കൊണ്ട് പറക്കി വാരിയിട്ട് കൊടുക്കാം. ചക്ക മുക്കാൽ ഭാഗവും മൂത്ത് വരാറാകുമ്പോൾ ഞാൻ ഉപ്പുനീരാണ് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പുപൊടിയല്ല ഇട്ട് കൊടുക്കുന്നത്, ഉപ്പുനീരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ആയി വരും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആവും. ഉപ്പുനീര് ഒഴിച്ച് കഴിഞ്ഞുകൊണ്ട് ഒരു 10 മിനിറ്റ് കിടക്കും. നല്ല തീയിലാണ് ഇത് കിടക്കുന്നത്. കിലുകിലുകിലാന്നുള്ളൊരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം ചക്ക മൂത്തതാണ്. പിന്നെ അതിൻ്റെ കളറും മങ്ങുമല്ല ഇത്. അപ്പോൾ ഓക്കെ ആയി. നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ കോരിയെടുക്കാൻ. ആ ചക്ക ഒരു സൈഡിൽ നമ്മൾ കോരിയിട്ട് ഇങ്ങനെ ചരിച്ച് വിട്ട് കൊടുക്കാൻ കൊണ്ടല്ലോ കുറേ എണ്ണ അങ്ങനെ പോയി ഇതുപോലെ ചരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാരി കോരുമ്പം തന്നെ ആ പാത്രത്തിൽ ഇട്ട് കഴിയുമ്പം എണ്ണ ഒരുപാട് അടിയിലിങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉപ്പുനീരാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ.
പൊടി ഞാൻ എടുക്കുന്നത് ഉപ്പുനീരാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കൂടെ അങ്ങ് ആവുകയും ചെയ്യും. ചിലവരുണ്ടെങ്കിൽ വറുത്ത് കോരി ശേഷമാണ് ഉപ്പുപൊടി ഇട്ട് എടുക്കുന്നത്. ഉപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കണേ. അത് പയ്യെ തീ ഒന്നിടുന്നു. ഒരു 5 മിനിറ്റ് ഇടുക, അല്ലെങ്കിൽ 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഇടുന്നു. ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി കോരി മൂപ്പിച്ചെടുക്കുക. കണ്ടോ, ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഒരു സൈഡിൽ ഇങ്ങനെ ചരിച്ച് കൊടുത്താൽ മതി. ഉള്ള എണ്ണ ഇങ്ങനെ ഊരിപ്പോകും. കണ്ടോ, സൂപ്പർ ചക്കയായില്ലേ? എന്താ കളറാണത്. മഞ്ഞൾ പൊടി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്.